ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കെ അതിർത്തിയിൽ സന്ദർശനം നടത്തിയ ഇന്ത്യൻ കരസേനാ മേധാവി മഞ്ഞുകാലത്തും ചൈനയും ഇന്ത്യയും അതിർത്തിയിൽ നിന്ന് സേനയെ പിൻവലിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി പി ജെയിംസ് വീണ്ടും ചേരുന്നു. പി ജെയിംസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. താങ്ക് യു എസ് കെ എൻ. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം തുടങ്ങിയിട്ട് 5ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 2020 മെയ് മാസത്തിൽ തുടങ്ങിയതാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പ്രദേശത്തേക്ക് ചൈന കടന്നു നിൽക്കുന്നുവെന്ന് പ്രതിപക്ഷം തന്നെ ആരോപണം ഉന്നയിച്ചു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് അനിൽ ചൗഹാൻ അതിർത്തിയിലേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സന്ദർശനം നടത്തിയിരിക്കുന്നു. സേനാ വിന്യാസം കൂട്ടിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, മഞ്ഞുകാലത്ത് സാധാരണ പാകിസ്ഥാൻ അതിർത്തിയിലും ചൈന അതിർത്തിയിലും ഭൂരിപക്ഷം സൈനികരെയും വിശ്രമത്തിന് വിടും രണ്ട് രാജ്യങ്ങളും എന്നാണ് സാധാരണ വെപ്പ്. കാർഗിൽ യുദ്ധത്തോടെ ആ പ്രതീക്ഷ മങ്ങി. ഇന്ത്യ സേനയെ മഞ്ഞുകാലത്ത് പിൻവലിച്ച സമയത്താണ് കാർഗിലിൽ പാകിസ്ഥാന്റെ സൈന്യം നുഴഞ്ഞു കയറിയത്. അതിനുശേഷം സേനാ വിന്യാസമുണ്ട്. ഇന്ത്യ ചൈന സേനാ വിന്യാസം അതുപോലെ നിലനിൽക്കും എന്നാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ 2020 ഉണ്ടായിരുന്നു. 60,000 സൈനികർ ഇന്ത്യയുടെ ഭാഗത്തും ചൈനയുടെ ഭാഗത്ത് 60,000 പേരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മഞ്ഞുകാലത്ത് 5ാമത്തെ വർഷമാണ്, 5ാമത്തെ മഞ്ഞുകാലമാണ് വരുന്നത്. സംഘർഷം തുടങ്ങിയതിന് ശേഷം പിൻവലിക്കില്ല, ഇന്ത്യ പിൻവലിക്കില്ല, ചൈനയും പിൻവലിക്കില്ല. അപ്പൊ രൂക്ഷമായിട്ടുള്ള രീതിയിൽ തന്നെ സംഘർഷം തുടരുന്നു. അരുണാചൽ പ്രദേശിന്റെ മേഖലയിൽ, ലഡാക്ക് മേഖലയിലൊക്കെ ചൈനീസ് സൈന്യം ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് വന്നത്. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, 5ാമത്തെ മഞ്ഞുകാലത്തും നമുക്ക് സേനയെ പിൻവലിക്കാനാവില്ല, അല്ലെങ്കിൽ രണ്ടു കൂട്ടരും അതിന് സമ്മതിക്കണം. ആ തരത്തിൽ ചർച്ചകളൊന്നും വിജയിച്ചിട്ടില്ല. 40ഓളം തവണ ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയും ചൈനയുമായി സൈനിക തലത്തിലും ഡിപ്ലോമാറ്റിക് നയതന്ത്ര തലത്തിലും ചർച്ച നടന്നിട്ടുണ്ട്. അതൊന്നും വിജയിച്ചിട്ടില്ല എസ് കെ. അതിനിടയിൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു ഭാഗത്ത് ഇന്ത്യയും മറുഭാഗത്ത് ചൈനയും മധ്യസ്ഥ ശ്രമവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് അതിർത്തി തർക്കത്തിൽ പ്രശ്നങ്ങൾ നിൽക്കുന്നു, പക്ഷെ മറ്റു രാജ്യത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന വിമർശനം കൂടി വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യക്കാണ് കൂടുതൽ സ്വീകാര്യതയുള്ളത്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ യുക്രൈൻ സന്ദർശനത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് സ്വീകരിച്ചു. 2 തവണ അവർ തമ്മിൽ കണ്ടുമുട്ടി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യയോട് നല്ല സമീപനമാണ്. ചൈനയെ റഷ്യ അംഗീകരിക്കുന്നു, പക്ഷേ ഉക്രൈൻ അംഗീകരിക്കുന്നില്ല. ഈ ഇതിനിടയിലാണ് എസ് കെ ഒരു പുതിയ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. ഈ വുഹ്ളദാർ എന്ന കിഴക്കൻ ഉക്രൈനിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശം റഷ്യ ഈ മണിക്കൂറുകളിൽ കൈയടക്കിയിരിക്കുന്നു, അവരുടെ കൊടി നാട്ടിയിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അതും ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട് എസ് കെ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. വിദേശ വാർത്തകളിൽ നാളെ ഇത് ഏകദേശം ഇതേ സമയം ഈ പരിപാടിയിൽ.